Hello everyone, welcome to Brilliant EduTech, the best solution ever. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നടന്നൊരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. ഓരോ ജില്ലയായിട്ടാണ് വരുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ആലപ്പുഴ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഡിസ്ട്രിക്റ്റിൻ്റെ വരാനുണ്ട്. അപ്പോൾ ഓരോന്ന് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് അറിയിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ കോഴ്സ് നടത്തുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മളൊരു ഫ്രീ കോഴ്സാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ന് വേണ്ടി ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് സിൻസിയറായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു, നോട്ട്സ് പ്രൊവൈഡ് ചെയ്തു. ഈ ഒരു എക്സാമിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് കുറച്ചധികം മെനക്കെട്ടാണ് അന്ന് കളക്ട് ചെയ്തത്. അപ്പോൾ അന്നത്തെ ആ എഫേർട്ട് ശരിക്കും വിജയം കണ്ടു എന്ന് തന്നെ പറയാം. കാരണം അത്ര അധികം റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എക്സാമിന് ഉണ്ടായിരുന്നത്. ഒരു 98% ചോദ്യങ്ങളും നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കൊടുത്ത ചോദ്യങ്ങളാണ് വന്നിരുന്നത്. ആകെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഓൾറെഡി കൊടുത്ത ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എക്സാമിന് ഒരുപാടധികം റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഒരുപാടധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ റാങ്ക് ഹോൾഡറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അവരുടെ പഠന രീതികൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇന്ദു ആണ്. ഇന്ദു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിന് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ പഠിക്കാനായിട്ട് സാധിച്ചത് എന്നൊക്കെ നമുക്ക് കേട്ടറിയാം. അതുപോലെ ഒരുപാട് പേർക്കും ഡൗട്ട് ഉണ്ട്, ഫ്രീ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ക്വാളിറ്റി കണ്ടന്റ് ആണോ ലഭിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഫ്രീ കോഴ്സായിട്ട് നടത്തിയതുകൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യവും ഫ്രീ കോഴ്സായിട്ട് ചെയ്യുന്നത്. അല്ലാതെ ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഒരുപാടധികം ഡൗട്ട്സ് ചോദിച്ചവരുണ്ട് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എക്സാമിനെ പറ്റിയിട്ട്. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജോബിൻ്റെ നേച്ചർ പറഞ്ഞിട്ടും കുറച്ച് പേർക്കൊന്നും അവെയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഉടനെ തന്നെ ആ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ പേര് ഇന്ദു. എൻ്റെ നാട് കണ്ണൂരാണ്. പക്ഷേ കുറച്ച് കാലമായിട്ട് ഞാൻ എറണാകുളത്താണ് താമസം. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ കണ്ണൂർ റാങ്ക് ലിസ്റ്റിൽ 9ാമത്തെ റാങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാനൊരു കെമിസ്ട്രി ഗ്രാജുവേറ്റാണ്. പക്ഷേ കെമിസ്ട്രി എടുത്തെങ്കിലും ഞാൻ കെമിസ്ട്രി ആയിട്ടുള്ള ടച്ച് വിട്ടിട്ട് കാലം കുറേ. അപ്പം ചില സബ്ജക്റ്റ് ലെവൽ എക്സാംസൊക്കെ വന്നപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ശരിക്കും ബോട്ടണി വണ്ണി എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ടത്. എനിക്കൊന്ന് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാമൊക്കെ വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം ഇതിനകത്ത് കുറച്ച് ക്ലാസ്സുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ലിസ്റ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ അന്നേരം എനിക്ക് കാര്യമായിട്ട് ഈ കോഴ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജനറൽ PSC ആയിരുന്നു ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. അതിനായിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നത്. അപ്പം അതിനായിരുന്നു ഞാൻ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചാനൽ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അറിയാമായിരുന്നു. 16 വർഷത്തോളം ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് തോന്നിയത് കാരണം ഞാൻ ആ ജോലി റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഒരു കഷ്ടിച്ച് 1 വർഷം മാത്രമാണ് PSCക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ ആ 1 വർഷമെങ്കിലും നന്നായിരുന്ന് പഠിക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ റിസൈൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജനറൽ PSCയിലേക്ക് കാര്യമായിട്ട് ഇറങ്ങി. എൻ്റെ മുഴുവൻ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ പലപ്പോഴും ഞാൻ PSC എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെയും വീട്ടിലെ കാര്യങ്ങളുടെ ഇടയിലും പോയി വളരെ കുറച്ച് പോർഷൻസൊക്കെ നോക്കിയിട്ടൊക്കെയായിരുന്നു പോയി എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ജോലി റിസൈൻ ചെയ്തപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ടൈം കിട്ടി. ഞാൻ ആ ടൈം മുഴുവനായിട്ടും PSC പഠനത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PSC പഠനം തുടങ്ങുന്നത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു. അന്നേരം എനിക്ക് വളരെ കുറച്ച് സമയമൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് സമയം എൻ്റെ പഠനത്തിനായിട്ട് മാറ്റി വെക്കുമായിരുന്നു. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി കിട്ടുന്ന കുറച്ച് സമയമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ജോലി റിസൈൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഓഫീസിൽ പോകുന്ന ടൈമും കാര്യങ്ങളും ഒക്കെ എനിക്ക് ലാഭിക്കാൻ പറ്റി. അപ്പം ഞാൻ കിട്ടാവുന്ന മാക്സിമം ടൈം ഞാൻ പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് സ്ലോ ആണെന്നൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ എപ്പോഴുള്ള പരാതി. അപ്പം അങ്ങനെ ഒരു പരാതി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ ഞാൻ എന്നെക്കൊണ്ടാവുന്ന എല്ലാ മെത്തേഡുകളും പരീക്ഷിച്ചായിരുന്നു.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും ആ സമയത്തെ ഒരു ടൈം ബ്ലോക്കായിട്ട് തിരിക്കുകയാണ് ചെയ്തത്, 2 മണിക്കൂറുള്ള ടൈം ബ്ലോക്കുകൾ. എന്നിട്ട് അതിന് ഞാൻ പഠിക്കാൻ ഒരു 3/4 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും, ബാക്കി ഒരു 15 മിനിറ്റൊക്കെ പോയിരുന്ന് ബാക്കി പണികൾ ചെയ്യും. അങ്ങനെ ഞാനൊരു സമയത്തിന് എൻ്റെ ഒരു വരുതിയിൽ വരുത്തുക ചെയ്തത്. ഞാൻ കൃത്യമായിട്ടൊരു നോട്ടിൽ എഴുതി വെക്കുമായിരുന്നു, ഓരോ 2 മണിക്കൂറിൻ്റെ ബ്ലോക്കിൽ എത്ര സമയം പഠിച്ചു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ടൈം എഴുതി വെക്കുമായിരുന്നു. അപ്പം ആദ്യമൊക്കെ എനിക്ക് വളരെ കുറച്ച് ടൈമൊക്കെ ആയിരുന്നു പഠിക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും എനിക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. കൃത്യമായിട്ട് ഒരു 3:30 എഴുന്നേറ്റ് മിക്കവാറും ദിവസങ്ങളിൽ എനിക്കൊരു 4 മണിയാകുമ്പോൾ തന്നെ പഠിക്കാനിരിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാനതൊരു 4 to 6 എന്നുള്ളത് എൻ്റെ പഠനത്തിനുള്ള സമയമായിട്ട് ഞാൻ മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള സമയം മാത്രമാണ് ഞാൻ കിച്ചണിലേക്ക് കടന്നിരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഈ 2 മണിക്കൂർ എന്നുള്ളത് എനിക്ക് പഠിക്കാൻ മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ടൈം മാത്രമാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത്. ഇങ്ങനെ ഞാൻ പ്രയോറിറ്റി കൊടുത്തത് എൻ്റെ പഠിത്തത്തിനായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ 2 മണിക്കൂർ ബ്ലോക്കിലും എനിക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും ടൈം പഠനത്തിന് വേണ്ടി, അങ്ങനെ ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ കൂടുതൽ ടൈം എനിക്ക് പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഒരു 7-8 മണിക്കൂർ നോർമൽ ലെവലിലൊക്കെ എനിക്കൊരു ദിവസം അങ്ങനെ പഠനത്തിന് വേണ്ടിയായിട്ട് മാറ്റി വെക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഹസ്ബൻഡും മോളും ഒക്കെ നാട്ടിൽ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചിലപ്പോൾ പോവില്ല, കാരണം പഠനത്തിനായിട്ട് എന്നെ മാറ്റി വെക്കും. അവരൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം വെച്ചാൽ അവർ ഇല്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അപ്പോൾ അത്യാവശ്യമുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഞാൻ മാക്സിമം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിന് തൊട്ടടുത്ത സമയങ്ങളിൽ വിഷുവൊക്കെ ആയിരുന്നു. അപ്പം ഈ പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല, ഹസ്ബൻഡും മോളും നാട്ടിൽ പോയി. അപ്പം അത്യാവശ്യം കുറച്ച് ഭക്ഷണം മാത്രം ഉണ്ടാക്കി അങ്ങനെയൊക്കെയായിരുന്നു ആ വർഷത്തെ എൻ്റെ വിഷു. എന്ന് ജോലി ഞാൻ റിസൈൻ ചെയ്തു, പഠിക്കാൻ തുടങ്ങി. ആ കാലഘട്ടം മുതൽ എനിക്കൊരു PSC എക്സാം ക്രാക്ക് ചെയ്യുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. കാരണം അതിനു വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. അപ്പം എനിക്ക് ഏജ് ഓവറായി, എനിക്കിനി അത്രയേ കാലമുള്ളൂ പഠിക്കാൻ എന്നൊന്നല്ല ഞാൻ ചിന്തിച്ചത്. കാരണം ഞാൻ PSC ക്രാക്ക് ചെയ്യും, ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ എനിക്ക് മുമ്പിലുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും PSC നേടണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ എൻ്റെ എല്ലാ കഴിവും എൻ്റെ എല്ലാ മാർഗവും എനിക്ക് PSC മാത്രമായിരുന്നു. അപ്പോൾ അതിൽ മാത്രമായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ സംശയിച്ചില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് PSC നേടണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ അതിനു വേണ്ടി ഫോക്കസ് ചെയ്തു. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ മെൻ്റലി ഡൗൺ ഒക്കെ ആയിപ്പോകും. കാരണം പറ്റുമോ എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സൊക്കെ വരും. അപ്പോഴൊക്കെ യൂട്യൂബിലുള്ള സെൽഫ് അഫർമേഷൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അപ്പം നമ്മളെ തന്നെ നമ്മൾ സ്വയം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റുന്നുള്ള രീതിയിൽ മൈൻഡിനെ അങ്ങനെയൊക്കെ മാറ്റിയെടുത്തു. ഡെയിലി സ്റ്റഡിങ് റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 മണിക്ക് തുടങ്ങും. 4 മണി to 6 മണി വരെ ആണ് രാവിലെ പഠിക്കാനിരിക്കുന്ന സമയം. അത് കഴിഞ്ഞ് മോളൊരു 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 8:30 തൊട്ട് പിന്നെ പഠിക്കാനിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യും. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ടൈം ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് മാക്സിമം ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 മണിക്കൂറിൻ്റെ ടൈം ബ്ലോക്കിൽ ഞാൻ അലോട്ട് ചെയ്ത ടൈമിനെക്കാട്ടിയും കിടക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും. അപ്പം ഞാനത് ബാക്കിയുള്ള ടൈമുകളിലൊക്കെ മാക്സിമം സേവ് ചെയ്യാൻ നോക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം ഒന്ന് കിടക്കും. കാരണം ആ സമയമാകുമ്പോൾ എനിക്ക് കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിനൊക്കെ ആവും. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു പഠിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യം 15 മിനിറ്റ് കൊണ്ടൊക്കെ എനിക്ക് ഉറങ്ങി നന്നായിട്ട് റിഫ്രഷ് ചെയ്തൊക്കെ എഴുന്നേൽക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാത്രി മോളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെയാണ് എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നത്. എന്നാലും എനിക്കൊരു 11 മണി വരെയൊക്കെ ആയിരുന്നു മാക്സിമം പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഡെയിലി എക്സാം എഴുതുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമേ എക്സാമിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും, വരുതിയിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം എക്സാം ഹോളിൽ നിന്ന് എങ്ങനെയാണ് ഒരു പരീക്ഷ എഴുതുന്നത് അതേപോലെ ടൈമൊക്കെ വെച്ച് ചെയ്തിട്ട് തന്നെ ഞാൻ എഴുതുമായിരുന്നു. അപ്പം എല്ലാവരും പറയും OMR ഷീറ്റിൽ തന്നെ എഴുതണമെന്ന്. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ OMR ഷീറ്റില്ലായിരുന്നു. പക്ഷേ ഞാനൊരു നോട്ട്ബുക്ക് അതിനായിട്ട് മാറ്റി വെച്ചു. ഞാൻ ഇങ്ങനെ നമ്പർ ഇട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം PSC ഹോളിൽ നിന്ന് എഴുതുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടൈം മാനേജ് ചെയ്യാനും അവോയ്ഡ് ചെയ്യേണ്ട ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാനൊക്കെ ഇതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഓർഗനൈസറിൻ്റെ എക്സാമിൽ കണ്ണൂർ ജില്ലയിൽ 9ാമത്തെ റാങ്ക് നേടാനും ആലപ്പുഴ ജില്ലയിൽ സപ്ലൈ ലിസ്റ്റിൽ വരാനും എന്നെ ഈ ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളെന്ന നിലയിലും ബാക്കി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെന്ന നിലയിലും എന്നെ ഈ ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അധികം സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾ, ഒരു 4
ദിവസമൊക്കെയാണ് എനിക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുള്ളത്. കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന 10th മെയിൻസും ഡിഗ്രി മെയിൻസും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതിനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. പിന്നെ എനിക്ക് ഈ ജോലിയോട് വേറൊരു ചെറിയ ഇഷ്ടം കൂടി ഉണ്ടായിരുന്നു. ഞാനൊരു TB സർവൈവറാണ്. അപ്പം ആ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ സർവീസും കെയറും ഒക്കെ എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ജോലി എനിക്ക് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ അതെൻ്റെ വലിയൊരു ഭാഗ്യം എന്ന് കരുതിയ ആളാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം TB റിലേറ്റഡ് കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ബേസിക് നോളേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഈ എക്സാമിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഈ ചാനലിൽ വന്ന പ്ലേലിസ്റ്റുകളൊക്കെ കണ്ടു തീർക്കുകയാണ് ചെയ്തത്. ഞാൻ ഫുൾ ടൈം ഇരുന്ന് കണ്ടു. അത്യാവശ്യം പോസ് ചെയ്ത് സ്ക്രീനിലൂടെയൊക്കെ നോട്ട്സൊക്കെ വായിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. അപ്പോൾ അതും കൂടി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാനത് പർച്ചേസ് ചെയ്തു. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്നും നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പക്ഷെ ചാനലൊന്ന് ഓടിച്ചു നോക്കി. അപ്പോൾ എനിക്കിപ്പോഴും ഉറപ്പാണ് ഞാൻ ഇതിനു വേണ്ടി കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിതിലും നല്ലൊരു റാങ്ക് കിട്ടിയേനെയെന്ന്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഉണ്ടായിരുന്നൊരു മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം മെയ് ആദ്യവാരം മുതലൊക്കെ തന്നെ 10th മെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു എക്സാം വന്നപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു നല്ല രീതിയിൽ ഈ എക്സാം കുറച്ചും കൂടി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു വിഷമമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ഈ മെഡിക്കൽ റിലേറ്റഡ് ടേംസൊക്കെ എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പം ഞാൻ പലതും കണ്ട് മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആണെങ്കിലും അതിന് എനിക്ക് പേരൊക്കെ പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം പക്ഷേ ഞാനൊരു കണ്ട് മനസ്സിലാക്കി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന വിധത്തിൽ അതൊന്ന് ഫെമിലിയർ ആവുകയാണ് ചെയ്തത്. എക്സാം ഹാളിൽ എപ്പോഴും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കൺഫ്യൂഷൻ ഉള്ളതും ഡൗട്ട് ഉള്ളതും മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ അടുത്ത റൗണ്ട് സമയം കിട്ടുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ മാക്സിമം നെഗറ്റീവ്സ് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ എല്ലാ എക്സാമുകളിലും നോക്കിയത്. അതെനിക്ക് ഈ എക്സാമിനാവട്ടെ അല്ലെങ്കിൽ ജനറൽ PSC എക്സാമിനാവട്ടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിലവിൽ എനിക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊരു നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റിയതുകൊണ്ട് കിട്ടിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇൻ്റർവ്യൂവിനും ചോദിച്ചത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാമിന് പഠിക്കുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ ഈ ടോപ്പിക്കും സിലബസും ഒന്ന് കവർ ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. നമ്മൾ നല്ല കൂളായിട്ട് സംസാരിച്ചാൽ മതി. കാരണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്നാണ് അവർ അന്വേഷിക്കുന്നത്. അപ്പം അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഓപ്പണായിട്ട് പറയാം, ഇല്ല മറന്നുപോയെന്നോ അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം മാക്സിമം കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ട് പോകാം. എന്നെ സംബന്ധിച്ച് ഈ മെഡിസിൻസ് ഒക്കെ ആണെങ്കിലും എനിക്കതിൻ്റെ പേര് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരിൽ ഇൻ്റർവ്യൂവിന് ഇതിൻ്റെ മെഡിസിൻസിൻ്റെ പേര് ചോദിച്ചെങ്കിലും എനിക്ക് 1-2 എണ്ണേ പറയാൻ പറ്റുള്ളൂ, ബാക്കി എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല, പേര് പറയാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പറയാത്ത കാര്യമാണെങ്കിൽ അത് നമുക്ക് തുറന്നു പറയാം. PSC ജോലി ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ജോലി ആർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷെ അതിനൊരു പരിശ്രമിക്കാനുള്ളൊരു മനസ്സും തളരാതെ പോരാടാനുള്ളൊരു വീറും കൂടി വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചുറ്റും കേൾക്കും, പലരും പറയുന്നുണ്ടാവും PSC വഴി നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഇത്രയും പ്രായമായി, അപ്പം ചെറിയ കുട്ടികളോടാണ് മത്സരിക്കുന്നതൊക്കെ. അതൊന്നും നമ്മളൊരിക്കലും തളർത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു PSC വഴി ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള സകല മാർഗങ്ങളും ഇന്ന് നമ്മളുടെ മുന്നിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാം വഴിയൊക്കെയാണ് ഒരുവിധം നല്ല രീതിയിൽ പല ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. പലതും ഫ്രീ ക്ലാസ്സുകളാണ്, ചിലത് തുച്ഛമായ ഫീസ് മാത്രം മേടിച്ച് നടത്തുന്ന ക്ലാസ്സുകളൊക്കെ. ഇതൊക്കെ പലതും നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളാണ്. ഇതൊക്കെ ഉപയോഗിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഫ്രീ കണ്ടൻറ്റായിട്ട് യൂട്യൂബിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല മെറ്റീരിയൽസ് കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ തന്നെ ഇന്ന് നടക്കുന്ന ഒരുവിധം എല്ലാ PSC എക്സാമുകളും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാനൊരു 39 വയസ്സ് ഒഫീഷ്യലി എനിക്ക് ആയപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയ ആളാണ്. എനിക്ക് പറ്റുമെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഒരു 40ാമത്തെ വയസ്സിൽ എനിക്ക് PSC അഡ്വൈസ് കിട്ടിയെങ്കിൽ ഈ എല്ലാവർക്കും പറ്റും. അത്രയും ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും PSC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കേരള PSCയുടെ ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വാക്കുകൾ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മളുടെ
സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുക. നമ്മുടെ വീക്ക്നെസ്സുകളെ, നമ്മളെ കുറവുകളെ മാറ്റി അതെല്ലാം നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റുക. കാരണം നാളെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ നന്നായി പഠിക്കാമായിരുന്നു, ഈ രീതിയിൽ പഠിക്കണമായിരുന്നു എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലായിരിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിച്ച് പോയി എക്സാം എഴുതണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലായിരിക്കുന്ന എല്ലാവരും തന്നെ മോസ്റ്റ്ലി ജോലിയുള്ളവരാണ്, അതുപോലെ വീട്ടമ്മമാരാണ്, കുട്ടികളുള്ളവരാണ്, ഇതിനിടയിലൂടെയൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ ഓരോ പ്രാരാബ്ദങ്ങളുടെയും അതുപോലെ ബുദ്ധിമുട്ടുകളുടെയും ഇടയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഫൈറ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് ഡെയിലി ഉണ്ടാവണം അല്ലേ. ഡെയിലി നമ്മളോട് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ കുറവുകൾ നികത്തേണ്ടതായിട്ടുണ്ട്, അങ്ങനെ നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നിരന്തരമായി നിങ്ങളുടെ എഫേർട്ട് ഒരു ദിവസം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. താങ്ക് യു.